ഇന്നത്തെ വചനചിന്ത, ദൈവം കൈമാറിയ നിയോഗത്തെ തകർക്കുവാൻ ശത്രുവിന് കഴിയുകയില്ല. നിയോഗമുള്ള ഭക്തനായ മോശെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ജനിക്കുന്ന എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊല്ലണമെന്നുള്ള രാജകൽപ്പന ഉണ്ടായിട്ടും ദൈവത്തിൻ്റെ നിയോഗമുള്ള മോശയെ കൊല്ലുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ഏതു കൊട്ടാരത്തിൽ നിന്നാണോ മോശയെ കൊല്ലണമെന്ന കൽപ്പന പുറപ്പെടുവിച്ചത്, അതേ കൊട്ടാരത്തിൽ തന്നെ ദൈവം ഭക്തനായ മോശയെ വളർത്തിയെങ്കിൽ നിയോഗമുള്ളവനെ കൊല്ലുവാൻ ശത്രു പദ്ധതി ഒരുക്കിയാലും കൽപ്പന പുറപ്പെടുവിച്ചാലും രേഖകൾ എഴുതി തയ്യാറാക്കിയാലും ദൈവനിയോഗമുള്ളവനെ കൊല്ലുവാൻ ആർക്കും കഴിയുകയില്ല. ദൈവം കൈമാറിയ നിയോഗത്തെ തക്ക സമയത്ത് പൂർത്തീകരിച്ചുവെങ്കിൽ വചനം ശ്രവിക്കുന്ന താങ്കളുടെ ജീവിതത്തിലും ദൈവം കൈമാറിയ നിയോഗത്തെ തകർക്കുവാൻ ഒരു ശത്രുവിനും സാധിക്കത്തില്ല. ദൈവമാണോ നിയോഗത്തെ കൈമാറിയത്, ഒരു ശത്രുവിനും താങ്കളെ തൊടുവാൻ സാധിക്കത്തില്ല. ദൈവം കൈമാറിയ നിയോഗത്തെ തകർത്ത് കളയുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. വനാന്തരങ്ങളിൽ ആടുമേച്ച് നടന്ന ഭക്തനായ ദാവീദിനെ ഇസ്രായേൽ രാജാവാക്കി ദൈവം മാറ്റിയെങ്കിൽ ദൈവം കൈമാറിയ നിയോഗത്തെ തടുക്കുവാൻ ഒരു ശത്രുവിനും കഴിഞ്ഞില്ലെങ്കിൽ വചനം ശ്രവിക്കുന്ന താങ്കളുടെ മേൽ ദൈവത്തിൻ്റെ പദ്ധതി സംഭവിക്കും. ദൈവം കൈമാറിയ നിയോഗത്തെ തകർക്കുവാൻ ആർക്കും കഴിയത്തില്ല. ദാവീദിനെ സ്വന്തം വീട്ടുകാർ പോലും മറന്നപ്പോൾ കാട്ടിൽ കിടന്ന് അപ്പൻ്റെ ആടിനെ വിശ്വസ്തയോടുകൂടെ മേയ്ക്കുമ്പോൾ ഭക്തനായ ദാവീദിനെ സഹോദരങ്ങളും വീട്ടുകാരും നാട്ടുകാരും സ്വന്തം അപ്പനും മറന്നു കളഞ്ഞപ്പോൾ ആടുമേയ്ക്കുന്ന ദാവീദിനെ ഓർത്തൊരു ദൈവമുണ്ട്. ശമൂവേലിൻ്റെ ചോദ്യത്തിൻ്റെ മുൻപിൽ അവൻ്റെ വീട്ടുകാർക്ക് ദാവീദിനെ മറച്ചു വയ്ക്കുവാൻ കഴിഞ്ഞില്ല. ദാവീദിനെ ആളയച്ച് വിളിപ്പിച്ചു വരുത്തി. അവരുടെ മുമ്പിൽ വച്ച് തന്നെ ദൈവം ഭക്തനായ ദാവീദിനെ അഭിഷേകം ചെയ്ത് മാനിച്ചുവെങ്കിൽ അപ്പനും അമ്മയും മറ്റെല്ലാവരും താങ്കളെ തള്ളിക്കളഞ്ഞാലും ദൈവം താങ്കളെ ചേർത്ത് നിർത്തും. ദൈവം ഓർത്താൽ തള്ളിക്കളഞ്ഞവരുടെ മറന്നുപോലുള്ള മുൻപിൽ ദൈവം ഭക്തനായ ദാവീദിനെ മാനിച്ചതുപോലെ, ഭക്തനായ ദാവീദിനെ രാജകൊട്ടാരത്തിൽ രാജാവാക്കി മാറ്റിയതുപോലെ ഒരു വലിയൊരു നിയോഗം ഭക്തൻ്റെ മേൽ ദൈവം കൈമാറിയെങ്കിൽ, സകലതും ദാവീദിനെ അനുഗ്രഹമായി മാറിയെങ്കിൽ, സകലരും ദാവീദിനെ മറക്കുമ്പോൾ ദൈവം ദാവീദിനെ മറക്കാതെ ഓർത്തുവെങ്കിൽ താങ്കളെ മറക്കാതെ താങ്കളെ ഓർക്കുന്ന ദൈവമുണ്ട്. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, വിശ്വസിക്കുക, ദൈവനിയോഗത്തെ കൈമാറുന്ന ദിവസമാണിപ്പോൾ. മറ്റുള്ളവർ താങ്കളെ തള്ളിക്കളഞ്ഞെന്ന് വരാം, എന്നാൽ ഭാരപ്പെടേണ്ട. അനുഭവം കൊണ്ട് വിളിച്ചു പറയാം, ദൈവം താങ്കളെ ചേർത്തുകൊള്ളും. തള്ളിക്കളഞ്ഞവരുടെ മധ്യേ ദൈവം ശ്രേഷ്ഠമായി മാനിക്കും. ദൈവനിയോഗം താങ്കളുടെ മേലുണ്ടെങ്കിൽ ദൈവം താങ്കളെ ഓർക്കുമ്പോൾ തള്ളിക്കളഞ്ഞവർ, മറന്നുപോയവർ, താങ്കൾ ഒരു വിഷയമായി മാറും. ദൈവം ഭക്തനായ ദാവീദിനെ മാനിച്ചതുപോലെ ദൈവം താങ്കളെയും മാനിക്കും. കൂട്ടുകാരുടെ മധ്യേ ആനന്ദ തൈലം നൽകി ശ്രേഷ്ഠമായി താങ്കളുടെ തല ഉയർത്തും. നിന്ദിച്ചവരുടെ മുമ്പേ, പരിഹസിച്ചവരുടെ മുമ്പേ ദൈവം താങ്കളെ മാനിക്കും. ദൈവം താങ്കളെ മാനിക്കുവാൻ തീരുമാനിച്ചാൽ നിന്ദിച്ചവർ, തള്ളിക്കളഞ്ഞവർ താങ്കളെക്കുറിച്ച് സംസാരിക്കും. അപ്പോൾ ശ്രുതി വളരും. മനുഷ്യർ നമ്മെ മറക്കുന്നത് നല്ലതാണെന്ന് അനുഭവം കൊണ്ട് തിരിച്ചറിയും. കാരണം മനുഷ്യർ മറന്നാലേ ദൈവം നമ്മെ ഓർക്കത്തുള്ളൂ, ശ്രേഷ്ഠമായി മാനിക്കുകയുള്ളൂ. പത്മോസ് എന്ന ഏറ്റവും വലിയ ഏകാന്തതയിലും ഒറ്റപ്പാടിൻ്റെ നടുവിലും കർത്തൃദിവസത്തിൽ യോഹന്നാൻ ആത്മവിവശനായി. ആ സമയം യോഹന്നാന് സ്വർഗം തുറന്നു. വെളിപ്പാട് ദൈവം കൈമാറി. ഒരു മനുഷ്യനും കൂടെയില്ലെങ്കിലും യോഹന്നാനായി ദൈവം കൂടെ ഇറങ്ങി. ഇന്ന് താങ്കൾ കടന്നു പോകുന്ന ഒറ്റപ്പാടിൻ്റെ നടുവിലാണ് ദൈവം താങ്കൾക്ക് ദർശനം കൈമാറുന്നത്. ഒറ്റപ്പെടലിൽ താങ്കൾ ഏകനല്ല, താങ്കളുടെ കൂടെ ഇറങ്ങി നിൽക്കുന്ന ദൈവമുണ്ട്. ആർക്കും ലഭിക്കാത്ത സ്വർഗീയ വെളിപ്പാടിനെ മറ്റുള്ളവർക്ക് പകരുവാനായി ആ സാന്നിധ്യം യോഹന്നാനെ പുറത്തു കൊണ്ടുവന്നതുപോലെ താങ്കളെയും താങ്കൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയിൽ നിന്നും, താങ്കൾ കടന്നു പോകുന്ന ഏകാന്തതയിൽ നിന്നും ദൈവം മറ്റാർക്കും ലഭിക്കാത്ത സ്വർഗീയ വെളിപ്പാട് നൽകി ചില നിയോഗങ്ങളെ കൈമാറി ഉയർത്തുവാൻ ദൈവം ശക്തനാകുന്നു. ദൈവം കൈമാറിയ നിയോഗത്തിന് തടസ്സമായി നിൽക്കുന്ന യെരിഹോ മതിലുകൾ ദൈവം പൊളിച്ചു കളയും. താങ്കളുടെ മുന്നിൽ നിൽക്കുന്ന യോർദാൻ്റെ അവസ്ഥകൾ മാറും. താങ്കളുടെ മുന്നിൽ നിൽക്കുന്ന ചെങ്കടൽ താങ്കൾക്കായി തുറന്നു നൽകും. കാരണം ദൈവമാണോ താങ്കൾക്കൊരു നിയോഗത്തെ കൈമാറിയത്.
ആ നിയോഗം തകർക്കുവാൻ ഒരു ശത്രുവിന് കഴിയുകയില്ല. വാഗ്ദത്തം നൽകിയ ദൈവം വാഗ്ദത്തം നിവൃത്തീകരിക്കുവാൻ വിശ്വസ്തനാണ്. ആകയാൽ ദൈവം കൈമാറിയ നിയോഗത്തെ ഏറ്റെടുത്തുകൊണ്ട് ദൈവിക പദ്ധതിക്കനുസരിച്ച് ചലിപ്പാൻ, ശത്രുക്കളെ ജയിക്കുവാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരം നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.